ഹലോ ഗൈസ്, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ നിൽക്കുന്നത് വയനാട്ടിൽ ഒലിവുമല എന്ന് പറയുന്ന സ്ഥലത്താണ്. നല്ല ഒരു ആംബിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് ആ ഒരു സ്ഥലം തന്നത്. നിങ്ങൾ ഈ കാണുന്ന വീഡിയോയിൽ കാണുന്ന കവുങ്ങിൻ്റെ തോട്ടവും രാവിലെ കേൾക്കുന്ന കിളിയുടെ വെച്ചവും പിന്നെ കാപ്പിത്തോട്ടത്തിലുള്ള നടത്തവും നല്ല ഒരു അടിപൊളി വൈബായിരുന്നു. ഈ കാണുന്ന കാപ്പികളെല്ലാം വിളഞ്ഞു നിൽക്കുന്ന കാപ്പികളാണ്. അപ്പോൾ ഇത് ഹാർവെസ്റ്റ് ചെയ്യാൻ ടൈമായിട്ടുണ്ടെന്നാണ് ഇവിടുത്തെ ചാച്ച ഞങ്ങളോട് പറഞ്ഞത്. അപ്പോൾ കുറച്ചും കൂടി ആയിക്കഴിഞ്ഞാൽ ഇതെല്ലാം റെഡ് കളർ ആയിക്കഴിഞ്ഞാൽ അതെല്ലാം ഹാർവെസ്റ്റ് ചെയ്യും. പിന്നെ അത് അവർ കൊണ്ടുപോയി ഉണക്കുകയും പിന്നെ 2-3 പ്രോസസ്സിന് ശേഷമാണ് കേട്ടോ കറക്റ്റ് കാപ്പിയാക്കി മാറുന്നത്. കാപ്പിക്കുരുകളെല്ലാം പിന്നെ കളക്ട് ചെയ്ത് അവിടുത്തെ മില്ലുകളിൽ, ലോക്കലായിട്ടുള്ള മില്ലുകളിൽ കൊണ്ടുപോയിട്ട് പൊടിപ്പിച്ചെടുക്കുകയാണ് അവർ ചെയ്യുന്നത്. ഇത് ഞങ്ങളുടെ കൊച്ചുണ്ടാപ്പറയാണ്ട. അവനും അവൻ്റെ അപ്പൂപ്പനും കൂടി എല്ലാ ദിവസവും രാവിലെ നടക്കാൻ ഇറങ്ങാറുണ്ട്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ള വഴിയാണ് ഈ കാണുന്നത്. ഈ വഴിക്കൊരു പ്രത്യേകത ഉണ്ട്. രാത്രി കാലങ്ങളിൽ ആർക്കും ഇതുവഴി നടക്കാനായിട്ട് വലിയ അനുമതിയില്ല. കാരണം ഭയങ്കര കൂരിട്ട് ഇരുട്ടായിരിക്കും. പിന്നെ അപ്പുറത്തു നിന്നും ഇപ്പുറത്തു നിന്നും വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ ഉണ്ടാവാനായിട്ട് ഭയങ്കര സാധ്യതയുള്ള ഒരു ഏരിയയാണിത്. ആനകളും പുലികളും ഇതുവഴിയൊക്കെ എപ്പോഴും ഇറങ്ങാറുണ്ടെന്നാണ് ഇവിടുത്തെ നാട്ടുകാരും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ പറയുന്നത്. കാട്ടുമൃഗങ്ങളുടെ കാര്യം പറഞ്ഞ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്നലെ ആരോ ഇതുവഴി പോയപ്പോഴേക്കും ഒരു മുള്ളൻപന്നീനെ ഇടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുള്ളുകൾ പൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് എടുത്ത് നോക്കി. 2-3 മുള്ളുകൾ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവിടുത്തെ നാട്ടുകാരോടൊക്കെ ചോദിച്ചപ്പോഴേക്കും ഇന്നലെ രാത്രി വണ്ടിക്കാരൻ വന്ന് ഇടിച്ചതാണ്. വണ്ടിക്കാരനൊന്നും പറ്റിയിട്ടില്ല, മുള്ളൻപന്നിക്കൊന്നും പറ്റിയിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കുറച്ചും കൂടി അങ്ങോട്ട് പോകുമ്പോൾ ഫുള്ള് തേയിലത്തോട്ടമാണ്. നമ്മളിന്ന് കാണാൻ വേണ്ടി പോകുന്നതും തേയിലത്തോട്ടവും പിന്നെ ഒരു ഒതൻറ്റിക് ആയിട്ടുള്ള ഒരു ടീ ഫാക്ടറിയിലേക്കാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പങ്കുവെക്കുന്നത്. ഞങ്ങൾ 3 പേരും കൂടി ആദ്യം തന്നെ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടി നടക്കുവാനും പിന്നെ അവിടുത്തെ ആളുകളെയൊക്കെ ഒന്ന് പരിചയപ്പെടുവാനായിട്ടാണ് ഞങ്ങൾ രാവിലെ ഇറങ്ങിയത്. അപ്പോൾ ഈ കാണുന്ന ആളുകളൊക്കെ രാവിലെ എണീറ്റ് അവരുടെ ആദ്യത്തെ കട്ടിങ് എല്ലാം കഴിഞ്ഞ് വന്ന് ഭക്ഷണം കഴിക്കുവാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നതാണ്. അവർ തേയിലകളൊക്കെ കട്ട് ചെയ്തിട്ട് വന്നിട്ടിരിക്കുന്ന ഒരു വിശ്രമവേളയിലാണ് ഞങ്ങൾ അവരെ കണ്ടത്. ഞാനും നിങ്ങളും എല്ലാവരും ഗ്രീൻ ടീ കുറേ കുടിക്കുന്ന ആൾക്കാരായിക്കോല്ലേ. പക്ഷെ ഗ്രീൻ ടീ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ ചാച്ചനാണ്ട് നമുക്കത് കാണിച്ചു തന്നത്. കൂമ്പാണ് എടുത്തതെന്ന് നമുക്കറിയാം, പക്ഷേ എന്നാലും നമ്മളത് നേരിട്ട് കണ്ടിട്ടില്ല അതെങ്ങനെയാണ് എടുക്കണം എന്നുള്ളത്. അപ്പോൾ അതാണ് നമ്മൾ ചാച്ചനെ ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് നമുക്ക് കാണിച്ചു തന്നത്. പിന്നെ ഈ പറിച്ചെടുക്കുന്നതെല്ലാം സാധാ തേയിലപ്പൊടിയായിട്ട് ചായപ്പൊടിയായിട്ട് വരുന്നതാണ്. അതിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ആ കൂമ്പാണ് അത് ഗ്രീൻ ടീ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. രാവിലത്തെ തേയിലയുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞ് അവർ ഇറങ്ങി ചാക്കിലാക്കി വെച്ചേനുണ്ട് ബാക്കിയുള്ള തേയിലകളെല്ലാം. ഇനി ബാക്കിയുള്ള ജോലികൾ അവർ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ടൈം ആവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു ടൈമിലാണ് ഞങ്ങളങ്ങ് എത്തിയത്. ഇവരെല്ലാവരും വിശ്രമിക്കുകയും പിന്നെ ഫുഡ് അടിക്കാനൊക്കെ തുടങ്ങിയാണ്. ഈ വരുന്നതാണ് കേട്ടോ ഞങ്ങളുടെ ലില്ലിയമ്മ, ചാച്ചൻ്റെ വൈഫാണ്. പിന്നെ ഈ കാണുന്നതാണ് ലില്ലിയമ്മയുടെ സുഹൃത്തുക്കളും പിന്നെ കൂടെ വർക്ക് ചെയ്യുന്നവരും. ഇവരെല്ലാവരെയും ഞങ്ങൾ പരിചയപ്പെട്ടു. വളരെ സന്തോഷത്തോടെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങളങ്ങനെ അവരെല്ലാവരെയും പരിചയപ്പെട്ടു. അതിനുശേഷം ഞങ്ങൾ ടീ ഫാക്ടറിയിലേക്ക് ഇറങ്ങി. വലിയൊരു മല നമ്മൾ താണ്ടിയിട്ട് വേണം കേട്ടോ നമുക്ക് ഈ ഒരു ടീ ഫാക്ടറിയിലേക്ക് എത്താനായിട്ട്. ഈ മല ചുറ്റിക്കറങ്ങി പോകുമ്പോഴും അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം ഇവരുടെ തേയിലത്തോട്ടങ്ങൾ കാണാൻ വേണ്ടി പറ്റും നമുക്ക്. പിന്നെ നമ്മളെ കൊണ്ടുപോകുന്ന ചാച്ചനാണ്. ചാച്ചൻ ഇവിടെ നേരത്തെ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിലാണ് നമ്മൾ അവിടെ എത്തിച്ചേർന്നത്. അപ്പോൾ ചാച്ചനാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതും കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. ഇതാണ് ടീ ഫാക്ടറിയുടെ ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്.
തേയില പറിച്ച് കട്ട് ചെയ്തതിന് ശേഷം എല്ലാം ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ അളന്ന് തൂക്കുന്ന ഒരു ത്രാസുണ്ട്. അവിടെ എല്ലാം തൂക്കിയതിന് ശേഷം ആണ് ഇവർ ഇവിടെ ഒരു മെഷീൻ ഉണ്ട്. ആ മെഷീൻ യൂസ് ചെയ്തിട്ട് പുറത്തേക്ക് വിടും. അതിൻ്റെ അടിയിൽ കൂടി കാറ്റ് വരും, ചൂടുകാറ്റും കാറ്റും വരും. ആവശ്യത്തിന് മാത്രം ചൂട് ഉപയോഗിക്കാം, അല്ലാത്തപ്പോൾ ചൂട് ബ്ലോക്ക് ചെയ്യാം. കാറ്റ് മാത്രം വരും. ആ കാറ്റിൽ ഇതൊരു 60% ഇതിനെ വാട്ടും. ഈ പച്ച തേയില 60% വാട്ടും. എന്നിട്ടാണ് ഇത് പിറ്റേ ദിവസം ഇന്ന് കൊണ്ടിരുന്ന നാളെയാണ് ഇത് റോളറിലിട്ട് അരയ്ക്കുന്നത്, പൊടിയാക്കി എടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് മോടി ചെന്നിട്ട് കാണാം. ഇത് ഇതിൻ്റെ ഫസ്റ്റ് ഇത് ഇവിടെയാണ്. ഇവിടെ ക്ലാസ്സിൽ തൂക്കി ഇവർക്ക് ഓരോ ദിവസത്തെ തൂക്കം ഇവർക്ക് എടുക്കണം. ഒരു തൊഴിലാളിക്ക് ഇത്ര കിലോ തേയില പറക്കണം എന്നുണ്ട്, അതുണ്ട്. അപ്പോൾ അതിൽ കൂടുതലൊക്കെ പറക്കും. അത് അവർക്ക് കാർഡുണ്ട്, അതിലിങ്ങനെ ഓരോ ദിവസത്തിൽ എന്നിട്ട് ഓവർ വരുന്നതിന് അഡീഷണൽ പൈസ കിട്ടും അവർക്ക്. അത് ഈ ലിഫ്റ്റ് കയറ്റിന് മുകളിലേക്ക് ഇങ്ങനെ കയറ്റി മുകളിലേക്ക് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ മെഷീൻ യൂസ് ചെയ്തിട്ടാണ് ഫസ്റ്റത്തെ പ്രോസസ്സ്. അവിടുത്തെ തേയിലകളെല്ലാം ഒരു ചാക്കിലാക്കി കറക്റ്റായിട്ട് തൂക്കിയതിന് ശേഷം ഈ ഒരു മെഷീനിലൂടെ പൊക്കത്തേക്ക് എത്തിക്കും. അവിടെ എത്തിയതിന് ശേഷമാണ് പിന്നെ സെക്കൻഡ് പ്രോസസ്സ് വന്നത്. ഇതാണ് ആദ്യത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. ഔട്ട്ലെറ്റ് ആണ്. അവിടെ ചായപ്പൊടി വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് മേടിക്കാം. അത് കണ്ടതിന് ശേഷം ഞങ്ങൾ പൊക്കത്തേക്ക് ചാച്ചൻ്റെ ഒപ്പം പോയി. നമ്മൾ കണ്ടില്ല, അവിടെയാണ് അത് വന്ന് വീഴുന്നത്. താഴെ കണ്ടില്ല. ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലെല്ലാം ഒരു സെമി ഫിനിഷ്ഡ് ആയിട്ടുള്ള തേയിലപ്പൊടികൾ ഞങ്ങൾക്ക് കാണാൻ പറ്റി. ഇവിടുന്ന് ആ അറ്റം വരെയും തേയിലപ്പൊടികൾ അവർ റെഡിയാക്കി ഇട്ടേക്കണാണ്. ഒരു തേർഡ് പ്രോസസ്സ് വരെ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു മെഷീൻ പൊക്കത്തേക്ക് വരുന്ന ആ ഒരു ലിഫ്റ്റ് എത്തിച്ചേരുന്ന സ്ഥലം. ഇത് ഒരു ബ്ലോവറാണ്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ നേരത്തെ വന്ന തേയിലകൾ ആദ്യമായിട്ട് നിക്ഷേപിക്കുന്നത്. അപ്പോൾ ഇതിൽ ആ ഒരു മെഷീൻ ഓൺ ചെയ്യുന്നതോടുകൂടി ഇവിടുത്തെ ബ്ലോവർ വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നല്ല ഹീറ്റായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ കൂടി വരുന്നത്. അപ്പോൾ തേയിലയുടെ ജലാംശമൊക്കെ നഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഈ ഹീറ്റ് അടിക്കുന്നത്. ഈ ഹീറ്റ് അടിക്കുമ്പോൾ തേയില ഇലകളെല്ലാം ഡ്രൈ ആവാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ കുറച്ച് മണിക്കൂറുകളോളം ഇതിൻ്റെ ഉള്ളിൽ അവരിടുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് കാറ്റിൻ്റെ ഉള്ളിൽ കൂടി വരും. ഈ നെറ്റിന്റെ മുകളിൽ ഇത് കംപ്ലീറ്റ് കവർ ചെയ്ത് ഈ എയർ മാത്രം ഇതിന്റെ മുകളിലേക്ക് വരും. അപ്പൊ ആവശ്യത്തിനുള്ള ചൂടും കൊടുത്ത് ബാബു പൊടി വെത്തിക്കുവാണെന്നല്ല. അപ്പൊ ഇതിന്റെ ഉള്ളിൽ പൊടിയില്ല, പൊടി അറിയാത്തവരാകുമ്പോ ചൊറിയില്ല. അപ്പൊ ഇതിനുള്ളിലെ കാറ്റ് വന്നു കഴിഞ്ഞിട്ടാണ് ഇത് വാടുക. ഈ വാടി ഇങ്ങനെ കൊണ്ടൊരു സാധനമാണ്, അതാണ് വാട്ടി അത് അവിടെ ഇരിക്കുന്നത്. അത് ഇത് ഫസ്റ്റ് പ്രൊഡക്ഷൻ ഇതാണ്. ഇവിടുന്നാണ് ഇത് തുടങ്ങുന്നത്. അടുത്ത രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് താഴ്ച ആ ഒരു ബ്ലോവറിൻ്റെ ഉള്ളിൽ ഇട്ടതിന് ശേഷം വന്ന തേയിലകളാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ജലാംശമൊക്കെ കുറച്ച് അധികം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൽ ജലാംശം ഉണ്ടാവില്ലെന്നാണ് ചാച്ചൻ നമുക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. നീര് പുറത്തു വരില്ല. അത് അതേമാതിരി ആ ചേട്ടൻ റോളറിലാക്കി താഴേക്ക് താത്തി നോക്കുന്നു, അത് അങ്ങോട്ട് നീങ്ങും. അത് സിൽക്കീസ് എന്ന് പറയും, ഇത് ഓർത്തഡോക്സ് എന്ന് പറയും. രണ്ട് ചായ, രണ്ട് സൈസ് ചായ ഇതിനുള്ളിൽ കൂടി താഴേക്ക്. അവിടെയാണ് ഇത് അരയ്ക്കുന്ന റോളറും ചലിക്കുന്ന ചെല്ലടി ഇതൊക്കെ ഉള്ളത്. അവിടെ ചേട്ടായിക്ക് നമ്മളെ വീടിൻ്റെ അവിടെ ഉള്ള ആ വാട്ടിൽ വരുന്ന സ്വാമിയാണ്. ഈ ജലാംശം നഷ്ടപ്പെട്ട എല്ലാ ഇലകളും ഇവിടെ കളക്ട് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. ഈ ഇലകളെല്ലാം അവിടെ ഒരു ഹോളിലൂടെ താഴത്തേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ താഴത്താണ് ബാക്കിയുള്ള പ്രോസസ്സ് എല്ലാം നടക്കുന്നത്.
നിങ്ങൾ ഈ കാണുന്ന മെഷീൻസ് എല്ലാം ആണ് ഓരോരോ പ്രോസസ്സുകൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണത്. അതിന്റെ അറിഞ്ഞാണ് അവിടെ ഇരിക്കുന്നത്. അത് ചിലരെ ചെരിച്ചിട്ട് രണ്ടാമത് ഒന്നുകൂടി പ്രാവശ്യം 3 പ്രാവശ്യം ചെയ്യും. ഇതിന്റെ ഓരോ ഫീൽഡായിട്ട് ചെയ്യും. ഫസ്റ്റ് നല്ല കുറച്ച്, രണ്ടാമത്തെ കുറച്ച് കുറഞ്ഞു. പച്ചയായിരിക്കും, എന്നാൽ ഇതിന് ജ്യൂസ് പോകില്ല, ജ്യൂസ് നഷ്ടപ്പെടും. അത് ഇതിലേക്ക് വാരി വരും. ഇപ്പൊ 3 സൈഡായിട്ട് അത് വരുന്ന അത് വരുന്നത് രണ്ടാമത് ഒന്നുകൂടി റോളറിലേക്കാണ് വരുന്നത്. അത് വെളുപ്പുള്ളതാണ്. ഈ താഴ്ത്ത് വീഴുന്നതാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകുന്നത്. അതിൻ്റെ അപ്പുറത്ത് വീഴുന്ന എല്ലാം വേസ്റ്റ് ആയിട്ട് പോകും. അതിന് തണ്ടുകളും എല്ലാം അപ്പുറത്ത് കൂടി പോകും. അങ്ങനെ കണ്ടില്ല, വ്യത്യാസം കണ്ടില്ല. അതേമാതിരി നമുക്ക് 30 മിനിറ്റ് 20 മിനിറ്റ് ഇങ്ങനെ നരക്കി കഴിഞ്ഞാൽ കളർ വരും. ഇതുവരെ ഇത് പച്ചയാണ്, ഇതുവരെ. അടുത്ത സെക്ഷനിലേക്ക് വരുമ്പോൾ അത് വറുത്ത് വരും, ചായപ്പൊടി ആയിട്ട് വരും. അമ്മച്ചിന്റെ കസി വരെ നമ്മൾ കണ്ടത് പച്ചയല്ലേ, ഇത് വരുന്നത് അതേസമയം വറുത്ത് വരുന്ന ചായ. വറുത്ത് വന്ന സാധനം കണ്ടോ, അതിൽ നിന്ന് വറുത്ത് വന്ന സാധനം. നമ്മൾ പറഞ്ഞില്ല ആ കരക്ക കട കണ്ടു എന്ന് പറഞ്ഞത്, ഇതിലേക്ക് അടിയിൽ വന്നത്. ഇതൊക്കെ കോമൺ ആയിട്ടുള്ള ബൾക്കാണ്. ഇനി ഇത് ഗ്രേഡായിട്ട് മാറും അടുത്ത സെക്ഷനിലേക്ക് ചെല്ലുമ്പോൾ. ഇത് ബൾക്കാണ് മൊത്തത്തിലേക്ക്. ഈ ഒരു മെഷീനാണ് നെക്സ്റ്റ് സ്റ്റേജ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ ഒരു പച്ചയായിട്ടുള്ള ആ ഒരു തേയില പിന്നെയും ഉണക്കും. ഉണക്കിന് ശേഷമുള്ള ഒരു പൗഡർ രൂപത്തിലുള്ള ഇതാണ് കാണുന്നത്. ഈ കാണുന്നത് നമ്മളുടെ വേസ്റ്റ് മെറ്റീരിയലാണ്. ഇത് ചന്ദനത്തിരിയും ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുമെന്നാണ് പറയണത്. പിന്നെ ഈ ഹീറ്റ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് ഞങ്ങൾ ചോദിച്ചപ്പോഴേക്കും ഹീറ്റ് എങ്ങനെയാണ് വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത്. അപ്പോൾ അതിൽ ടെമ്പറേച്ചർ സെൻസ് ചെയ്യാനുള്ള കാര്യങ്ങളും എല്ലാം അവിടെ മോണിറ്റർ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഫ്രണ്ടിൽ മെഷീനിൽ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പഴയ കാലങ്ങളിൽ ഇങ്ങനെ ഒരു സംഭവം യൂസ് ചെയ്തെന്നാണ് ചാച്ചൻ പറയണത്. ഉള്ളിലേക്ക് വെറുതെ കത്തിക്കുന്നതായിരുന്നു. ജോലി ചെയ്തോണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ജോലി ചെയ്തില്ല അതാ. ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? ചായ വറക്കാൻ വേണ്ടി. ചായ വറുക്കാനായിട്ട്. ഇവിടെ കത്തിച്ചിട്ട് ഇതിന്റെ ചൂടാണ് അങ്ങോട്ട്. ആ ചൂടാണ് നമ്മളവിടെ ഫീൽ ചെയ്തത്. അവിടെ ഫീൽ ചെയ്തു. മുകളിലേക്ക് പോകുന്നൊക്കെ ഇതിന്റെ നല്ല ചൂടാണ് ഇവിടെ നിൽക്കാനായിട്ട്. നമ്മൾ മുകളിൽ കണ്ടാണ് എക്സോസ്റ്റ് ഫാനാണ്. ഇതിന് ചൂട് അങ്ങോട്ട്. ഓ ശരി. ഈ കാണുന്ന ഒരു അറയെന്ന് പറയുന്നത് തുറന്ന് നോക്കി ഇത് പ്രോപ്പറായിട്ട് വർക്കിംഗ് ആവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു അറയാണ്. ഇതിൽ എത്രമാത്രം ചൂട് പിന്നെ ബാക്കിയുള്ള വർക്കിംഗ് കണ്ടീഷൻ എല്ലാം കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ കാണുന്ന മെഷീൻസിലാണ് പല പല ഗ്രേഡ് ക്വാളിറ്റി ചെക്ക് ചെയ്ത് വരുന്നത്. അപ്പോൾ ചില ചായപ്പൊടികളിലൊക്കെ നമ്മൾ കട്ടൻ ചായ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യും, ചിലതൊക്കെ പാൽ ചായ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് വേർതിരിച്ച് വരുന്ന ഓരോ മെഷീൻസാണ് ഈ കാണുന്നതെല്ലാം. ഇതിലും വേസ്റ്റേജ് ആയിട്ട് വരുന്ന കുറേ വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ട്.
അപ്പോൾ അതെല്ലാം ചന്ദനത്തിരിയും പല പല കൊതുക് തിരിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് തന്നെ ആൾക്കാർ കൊണ്ടുപോകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതൊക്കെ രണ്ടാമത് പ്രൊഡക്റ്റ് ചെയ്തെടുക്കും, പൊടിച്ചും കട്ട് ചെയ്തൊക്കെ എടുക്കും. ഇതാണ് അതിന് ക്ലീൻ ചെയ്ത് വരുന്ന ചായപ്പൊടി. ഇതിന് അവിടെ പോയി ചിലരൊക്കെ ചരിച്ചിട്ട് ഗൈഡാക്കി നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇതാണ് കേട്ടോ നമ്മളുള്ള ഫൈനൽ പ്രൊഡക്റ്റ്. അപ്പോൾ നല്ല നൈസ് ആയിട്ട് തരികളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെയും ഫൈൻ ഗ്രൈൻഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യണ മെഷീനാണിത്. അപ്പോൾ അതിൻ്റെ ബേസ് മെറ്റീരിയലാണ് ഈ കാണുന്നത്. അങ്ങനെ ഓരോ പേരുകൾ ഇതെന്തിനാ ഉപയോഗിക്കണം? ഇത് ഡസ്റ്റായിട്ട് ഉപയോഗിക്കുന്നു. ഡസ്റ്റായിട്ട് ഉപയോഗിക്കും. കുറേ ഗ്രേഡ് ഉണ്ട്, 7-8 ഗ്രേഡ് ഉണ്ട്. ഇതാണ് കട്ട് ചെയ്ത് കണ്ടോ, അതിന് പൊടി തന്നെ ഉണ്ടോ, വേണ്ട പൊടി തന്നെ ഉണ്ട്. ഇതത് ഇതിലിട്ട് കട്ട് ചെയ്തു. അപ്പോൾ അത് ഈ ചിലർ അതേമാതിരി അവിടെ ഉപയോഗിച്ച മാറ്റി അത് ഒരു 4-5 ഗ്രേഡ് ആയിട്ട് അതിന് വരുന്ന ഇതൊക്കെ ഇനിയും പൊടിക്കും. ഇതൊക്കെ ഇനി ആ മെഷീനിലിട്ട് പൊടിക്കും. ഇത് ക്ലീൻ ചെയ്യുമ്പോൾ ഈ നാരൊക്കെ പോകും. ഇത് ഡസ്റ്റായിട്ട് പോകും കണ്ടോ, അതിൻ്റെ ക്വാളിറ്റി ഉണ്ടോ, അതിൻ്റെ ചെറുതാണ് കണ്ടോ, ചെറുത്. ഇതൊക്കെ അത് പൊടിക്കുന്ന കേട്ടോ, അത് മാത്രം പൊടിക്കുന്നതാണ്. ഇതൊക്കെ ഇത് ചായപ്പൊടിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ചായപ്പൊടിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. യൂസ് ചെയ്യുന്നു. ഇത് പെയിന്റിന് ഇതിലൊക്കെ അല്ലേ പോകും പല പല. ഇതാണ് അതിൻ്റെ ഡസ്റ്റ് തൊട്ട് അല്ല, വളരെ നൈസല്ലേ. ഇതൊക്കെ കുറേ പെയിന്റിനും ചന്ദനത്തിന് പെയിന്റാണ് മെയിനായിട്ട് പോകുന്ന സാധനം. ലാസ്റ്റ് വരുന്ന സാധനങ്ങളൊക്കെ പെയിന്റിലും. ഇതെല്ലാ സാധനവും ലാസ്റ്റ് ക്ലീൻ ചെയ്താൽ അതെല്ലാം ക്ലീൻ ചെയ്താൽ പിന്നെ പാക്ക് ചെയ്യാം. കൊച്ചിക്ക് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൊച്ചിയാണ് ഇതിനെ ശ്രമിക്കുന്നത്. ഓരോന്നായിട്ട് നല്ല ബ്ലാക്ക് ആയിട്ട് വന്നില്ല. അതിൽ വന്ന മാറ്റം കരട് ഒന്നും ഉണ്ടാവും. ഇത് പല സീസ് വരും. ഇത് BOP ടെസ്റ്റ്, ഇത് BOP വന്ന വലിയ ഗ്രേഡ്, ഇങ്ങനെ ഓരോന്ന് ഗ്രേഡായിട്ട്. ഈ തേയിലയുടെ ഫാക്ടറി ഞങ്ങൾ ഫുള്ള് കണ്ടതിന് ശേഷം ഞങ്ങൾക്ക് അവിടെ നിന്നൊരു തേയിലപ്പൊടി ചാച്ച തന്നു. പിന്നെ അതുകൂടാതെ ഞങ്ങൾ 1 കിലോ അവിടെ നിന്ന് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങൾ ചായ വെച്ച് കുടിക്കുകയും ചെയ്തു. ഒരു കട്ടൻ ചായയും കുടിച്ചു, പിന്നെ ഒരു പാൽ ചായയും കുടിച്ചു നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഓതൻറ്റിക്കായിട്ട് നാച്ചുറലായിട്ട് കണ്ട് ഇതെല്ലാം കണ്ടതിന് ശേഷം മേടിച്ച് കുടിക്കുമ്പോഴേക്കും നമുക്ക് അതൊരു സ്വാദ് എന്താണെന്ന് നമുക്ക് കറക്റ്റ് ഫീൽ ചെയ്തു. അപ്പം തന്നെ നമ്മൾ ചോദിക്കണത് പാക്ക് ചെയ്ത് തരും കേട്ടോ. 1 കിലോ ആണെങ്കിലും 2 കിലോ ആണെങ്കിലും 1/2 കിലോ ആണെങ്കിലും നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് പാക്ക് ചെയ്ത് നമുക്ക് തരും.
നമ്മൾ പാക്ക് ചെയ്ത് അപ്പം തന്നെ നമ്മളുടെ ഫ്രണ്ടിൽ നിന്ന് ലൈവായിട്ട് സീൽ ചെയ്തിട്ട് നമ്മളെ കയ്യിലേക്ക് തരും കേട്ടോ. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഞങ്ങളങ്ങനെ ഈ ടീ ഫാക്ടറിയിൽ നിന്ന് അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ച് റിസോർട്ടും പിന്നെ ചെറുതായിട്ടൊരു വാട്ടർ തീം പാർക്കും ഉണ്ട്. അപ്പോൾ അവിടെ സിപ്പ് ലൈനൊക്കെ ഉണ്ട്. ഞാൻ ഇപ്പോൾ വീഡിയോൻ്റെ അവസാനം അത് കാണിച്ചിട്ടുണ്ട് ജസ്റ്റ്. അപ്പോൾ അവിടെ പോകുന്നവർക്ക് അതും കൂടി അറ്റൻഡ് ചെയ്യാം കേട്ടോ പിള്ളേർക്ക്. ഇതാണ് ട്ടോ ഞാൻ പറഞ്ഞ റിസോർട്ട്. ഇവിടെ സ്റ്റേ ചെയ്യണമെങ്കിൽ രാത്രി ആനേനെയൊക്കെ കാണാം കേട്ടോ. നല്ല വന്യജീവികൾ ഉള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ആനേനെയൊക്കെ സ്പോട്ട് ചെയ്യാനായിട്ട് പെട്ടെന്ന് പറ്റും. പിന്നെ ഇതിന് നേരെ പോകുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലൊരു വാട്ടർ തീം പാർക്ക് ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് സിപ്പ് ലൈനും കാര്യങ്ങളൊക്കെ കാണാം. ഒരു ബസ് പോലത്തെ ഒരു മോഡൽ സിപ്പ് ലൈൻ. അപ്പോൾ 4 പേർക്ക് ഇരുന്ന് യാത്രയൊക്കെ ചെയ്ത് അങ്ങോട്ട് പോകാനൊക്കെ ഫാമിലി ആയിട്ടൊക്കെ പോകാനായിട്ടൊക്കെ അടിപൊളിയായിരിക്കും. അപ്പോൾ നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക.